ഡിജിറ്റൽ ടെക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ SSLC ICTയുടെ ചാപ്റ്റർ 3 ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണത്, അതൊന്ന് കേട്ട് നോക്കുക. തിയറിക്ക് ചോദിക്കാവുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു പൈത്തൺ പ്രോഗ്രാം തയ്യാറാക്കുന്നത് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് നോക്കാം. ടെക്സ്റ്റ് എഡിറ്ററിൽ എങ്ങനെയാണ് പൈത്തൺ ടൈപ്പ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ IDLE 3യുടെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനൊരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാണ്. അപ്പം ഞാൻ കൊണ്ടുവന്നിട്ട് സെർച്ച് ചെയ്യുക ടെക്സ്റ്റ് എഡിറ്റർ. അപ്പോൾ ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് എഡിറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഞാൻ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ബർത്ത് ഇയർ ആണ് ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ഒരു അണ്ടർസ്കോർ ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു അണ്ടർസ്കോർ ഇട്ട് കഴിഞ്ഞാൽ ഇതിനിടയിൽ സ്പേസ് ഇല്ല എന്നാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇടുന്നില്ല, എല്ലാം കൂടി ഇട്ട് നിങ്ങൾക്ക് വിഷമിപ്പിക്കണ്ട. അത് ഞാൻ എന്താണ്ട് 2000. ഓക്കെ, ഇനി കറണ്ട് ഇയർ. ഈ സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം, ഇത് തന്നെ മറ്റേ എടുത്ത് കൊടുക്കണം. കറണ്ട് ഇയർ = 2025. എൻ്റർ അടിക്കുക. ഏജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും അറിയാം കോപ്പി ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+C, പേസ്റ്റ് ചെയ്യുന്നത് Ctrl+V. ഓക്കെ, മൈനസ്. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് അറിയാമോ? ഏതെങ്കിലും ഇവിടുത്തെ ഒരു സ്പെല്ലിങ് നമുക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ പ്രശ്നമാണ്, നമുക്ക് കിട്ടത്തില്ല. നമ്മൾ കറക്റ്റ് സ്പെല്ലിങ് ഒരിടത്ത് വേറെ സ്പെല്ലിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. ദെൻ അതിനുശേഷം ഏജീസ് പ്രിന്റ് ചെയ്യുന്ന സംഭവമാണ് കിടക്കുന്നത്. യുവർ ഏജീസ് അങ്ങനെ ഞാൻ കൊടുത്തേ. എന്നിട്ട് 2 കുത്തൊക്കെ ഇട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, ഇത് അതേപോലെ കാണാൻ വേണ്ടി. ഇത് ഇട്ടില്ലേലും ഒന്നുമില്ല, ഏജ് എന്നും പറഞ്ഞ് കൊടുത്താലും മതി. ഓക്കെ, അതിനുശേഷം ഞാൻ സേവാസ് കൊടുത്തു. ഇത് age.py എന്നാക്കി. എക്സ്റ്റൻഷൻ മസ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ മസ്റ്റായിട്ട് കൊടുക്കണം. ഞാൻ അപ്പു എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യാണ്. അപ്പോൾ അത് സേവ് ചെയ്തപ്പോൾ ഏകദേശം കളറൊക്കെ മാറിയതുണ്ടല്ലോ. ഇനി നമ്മളിത് റൺ ചെയ്യുന്നത് നമ്മൾ ആ ഫോൾഡർ എടുക്കണം. ഓക്കെ, ഇതിനകത്ത് റൺ ചെയ്യുന്നതിന് ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എവിടെയാണോ സേവ് ചെയ്തത് ആ സേവ് ചെയ്തെടുത്ത ഫോൾഡറിൽ ഒന്ന് സെലക്ട് ആക്കി റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ഓപ്പൺ ഇൻ ടെർമിനൽ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് കൊടുക്കണം, പൈത്തൺ 3. കുറച്ച് ചടങ്ങുണ്ട് ഇത് കേട്ടോ, മറ്റേത് അങ്ങനെ ഇല്ല. വേറെ നിങ്ങൾക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം കാണിച്ചു തരാം. .py ഇങ്ങനെ കൊടുത്താൽ മാത്രം യുവർ ഏജ് ഈസ് 25. ഇപ്പം ഞാൻ ഏജ് മാത്രമാണ് കൊടുത്തെങ്കിൽ എന്താ അവിടെ 25 എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. എന്താണ് ചെയ്തതെന്നൊന്നും മനസ്സിലാവില്ല നമുക്ക് ഇല്ലേ. ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ, അതിനകത്ത് age.py ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ദെൻ ഞാൻ ഇതങ്ങ് കട്ട് ചെയ്യാണ്. നമുക്ക് പ്രിന്റ് ഇവിടെ തൊട്ടേ കട്ട് ചെയ്യാം, ഇവിടെ തൊട്ടൊന്നുമില്ല. ഓക്കെ, ഞാനിത് റൺ ചെയ്യുകയാണേ. സേവ് അടിച്ചു. റൺ ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ എങ്ങനെയാ. ആ ഫോൾഡറിനകത്ത് എവിടെയാണോ സേവ് ചെയ്ത് ആ ഫോൾഡറിൽ ഒന്ന് സെലക്ട് ആക്കുക, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഓപ്പൺ ഇൻ ടെർമിനൽ. അവിടെ പൈത്തൺ 3 age.py 25 മാത്രമേ വന്നുള്ളൂ കേട്ടോ. അപ്പോൾ യുവർ ഏജീസ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിൽ നമ്മൾ യുവർ ഏജീസ് എന്നൂടെ കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ അത്രയും ഭംഗിയോടെ നമുക്ക് കിട്ടത്തുള്ളൂ. കാണുന്ന ഒരു ഭംഗിക്ക് വേണ്ടി അത് കൊടുക്കുന്നത്. സമയമില്ലെങ്കിൽ ചെയ്യാനൊന്നും നിൽക്കേണ്ട, എന്നാലും ഒരു ഭംഗി വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടെർമിനലിൽ ഞാൻ പൈത്തൺ 3 age.py യുവർ ഏജ് ഈസ് 25 മനസ്സിലായോ. അപ്പോൾ ഇതാണ് നമ്മൾ ടെർമിനലിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പ്രോഗ്രാമും കൂടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ചെയ്തു. സേവ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും റൺ ചെയ്യുന്നതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഇനി എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുക. അതായത് നമ്മൾ ഇൻപുട്ട് ഫംഗ്ഷനായിട്ട് കൊടുക്കാൻ പോവുക. പൈത്തണിൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് ലഭിക്കുന്ന ഡേറ്റ അക്ഷര രൂപത്തിലുള്ളതായിരിക്കും. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ലെറ്റേഴ്സ് അല്ലേ, അതിന് നമ്മൾ സ്ട്രിങ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ നമ്മുടെ പേര്, അഡ്രസ്സ് ഇതൊക്കെ എന്താ സ്ട്രിങ് ആയിരിക്കും. എന്നാൽ ബർത്ത് ഇയർ, ഹൈറ്റ്, വെയിറ്റ് ഇതൊക്കെ എന്താ ഡിജിറ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ സ്ട്രിങ്ങിനെ നമ്മൾ ചോദിക്കുന്നത് എന്താ,
ഒരു സ്ട്രിങ് ആയിട്ടാണ് ചോദിക്കുന്നത്. എൻ്റർ യുവർ കറണ്ട് ഇയർ അല്ലെങ്കിൽ എൻ്റർ യുവർ ബർത്ത് ഇയർ. നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് ഇയറോ അല്ലെ ബർത്ത് ഇയറോ ഒക്കെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താ? ചോദിച്ചത് സ്ട്രിങ് ലെറ്റേഴ്സിലാണ് ചോദിച്ചത്. പക്ഷെ കൊടുക്കുമ്പോൾ നമ്പറിലല്ലേ നമ്മൾ കൊടുക്കുന്നത്, ഡിജിറ്റിലല്ലേ. അപ്പൊ ഇവിടെ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യും. ദാണ്ടെ INT എന്ന് പറയുന്നത് എന്താ? ഇന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രിങ് രൂപത്തിൽ ലഭ്യമായ വിവരങ്ങളെ ഇൻറ്റിജർ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇന്റ് ഫംഗ്ഷൻ. ഇന്റ് 2 ബ്രാക്കറ്റ്, അതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താ അത് മനസ്സിലായോ? എൻ്റർ യുവർ നെയിം എന്ന് ചോദിച്ചാൽ നമുക്ക് ലെറ്ററിൽ ഇങ്ങോട്ട് ചോദിച്ചു എൻ്റർ യുവർ നെയിം എന്ന് ടൈപ്പ് ചെയ്ത് ചോദിച്ചു. നമ്മൾ അങ്ങോട്ട് നെയിം എന്താ ലെറ്റർ തന്നെ കൊടുക്കുന്നത് അല്ലേ. എന്നാൽ എൻ്റർ യുവർ കറണ്ട് ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റർ യുവർ ബർത്ത് ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ 1995 എന്ന് കൊടുക്കുന്നത് എന്താ? 1995 നമ്പറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ കൺവേർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്റ് എന്ന് പറയുന്ന ഒരു സാധനം യൂസ് ചെയ്യുന്നത്. ഇന്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഇന്റ് ഫംഗ്ഷൻ. ഉറപ്പായിട്ട് തിയറി ചോദിച്ചിരിക്കും, പ്രോമിസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാനൊന്ന് കോപ്പി ചെയ്ത് നോക്കട്ടെ വരുന്നുണ്ടോന്ന്. ഞാൻ ടെക്സ്റ്റ് വരും കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്. ഓക്കെ, നെയിം ഇസ് ഈക്വൽ ടു, ആദ്യം പേര് ചോദിച്ചു അല്ലേ. നെയിം ഇസ് ഈക്വൽ ടു ഇൻപുട്ട് വാട്ട് ഈസ് യുവർ നെയിം. കറണ്ട് ഇയർ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ കറണ്ട് ഇയർ. ബർത്ത് ഇയർ എന്ന് പറയുന്നത് ഇൻപുട്ട് എൻ്റർ യുവർ ബർത്ത് ഇയർ. പേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ ആ. പക്ഷേ കറണ്ട് ഇയർ തരുന്നത് ഒരു നമ്പരാ, ബർത്ത് ഇയർ പറയുന്നത് ഒരു നമ്പറില്ല. അതുകൊണ്ട് നമ്മൾ ഇൻഡിലേക്ക് ആക്കണം അല്ലേ. ഇൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 2നെ മുന്നിൽ യൂസ് ചെയ്യണം. എന്നിട്ട് പ്രിന്റ് നെയിം യുവർ ഏജ് ഈസ് ഏജ്. ഓക്കെ, അപ്പം നമുക്ക് സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. ഏജ് സേവാസ് കൊടുത്തു. ഏജ് തന്നെ കൊടുക്കാം. ഞാൻ അതിനകത്ത് തന്നെ സേവ് ചെയ്തു. ദെൻ ആ ഫോൾഡർ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, ഓപ്പൺ ഇൻ ടെർമിനൽ. അവിടെ എന്താണ്? പൈത്തൺ 3 മസ്റ്റ് ആണ്. പൈത്തൺ 3 age.py എൻ്റർ അടിച്ചു. വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചു. അപ്പം എൻ്റെ പേര് അശ്വതി ടൈപ്പ് ചെയ്തു. ദെൻ എൻ്റർ യുവർ കറണ്ട് ഇയർ. എൻ്റർ കറണ്ട് ഇയർ ഇപ്പോഴത്തെ ഇയർ ആണ് 2025. എൻ്റർ യുവർ ബർത്ത് ഇയർ 1995. അപ്പം അശ്വതി യുവർ ഏജ് ഈസ് 30. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടെർമിനൽ ഉപയോഗിച്ച് ടെക്സ്റ്റ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പൈത്തൺ IDE അഥവാ IDLE ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ചെയ്തത് അല്ലേ. ഇതേപോലെ തന്നെ പ്രോഗ്രാം എളുപ്പത്തിൽ അതിനകത്ത് തന്നെ റൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നറിയപ്പെടുന്ന പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്, IDE അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പൈത്തൺ ഭാഷയിൽ പ്രോഗ്രാം എഴുതാനുള്ള ഒരു IDE ആയ IDLE 3യിലാണ് നമ്മളിത് ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കാം. IDLE 3. അപ്പോൾ എല്ലാവരും നോക്കുക. ID എന്ന് കൊടുക്കുമ്പോൾ തന്നെ IDLE വരും. IDLEക്കകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഫയല് ന്യൂ ഫയൽ എടുത്ത് ഒരു പുതിയ ഫയൽ എടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഫയൽ, എഡിറ്റ്, ഫോർമാറ്റ്, റണ്ണ്, ഓപ്ഷൻ, വിൻഡോ, ഹെൽപ്പ്. ബട്ട് നമ്മൾ ഇവിടെയാണ് ടൈപ്പ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ പേജിലാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഓപ്പൺ വിത്ത് ടെർമിനൽ കൊടുത്ത് വീണ്ടും എഡിറ്റ് ചെയ്യാൻ റൺ ചെയ്യാൻ നിൽക്കണം. അപ്പം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യണം അല്ലേ. അപ്പം ഞാൻ നേരത്തെ പ്രോഗ്രാം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു, റൺ ചെയ്തു, റൺ മൊഡ്യൂള്. അപ്പോൾ അവരെന്തായിരിക്കും, സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ് എന്ന്, ഓക്കെ ടു സേവ് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമുക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ ഒരു ആരോ മാർക്ക് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ അടിച്ച് അപ്പു എന്ന് പറയുന്ന ഫോൾഡർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ സേവ് ചെയ്യാം. അപ്പോൾ എനിക്ക് മറ്റേ പേര് കൊടുക്കാൻ പറ്റില്ല. ഏജ് 1 എന്ന് ഞാൻ കൊടുത്ത് സേവ് ചെയ്തു. എനിക്ക് PY ഒന്നും കൊടുക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഓക്കെ, അതിന് എക്സ്റ്റൻഷൻ അതങ്ങ് ആഡ് ചെയ്യും. ഇതാ ഞാൻ സേവ് ചെയ്തെടുത്ത് തന്നെ നോക്കിയോ, ഏജ് 1.py എന്ന് വന്നുണ്ടോ, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഇവിടെ ഞാൻ അപ്പു എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം കറണ്ട് ഇയർ 2026 23 കൊടുക്കാം. ബർത്ത് ഇയർ എന്ന് പറയുന്നത് 1990. ദെൻ ഏജ് എത്ര വന്നു? 33. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ IDLE ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മളിനി അടുത്ത പ്രോഗ്രാം നോക്കാം.
പൈത്തൺ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡുലസ്. അസൈൻമെന്റ് ഓപ്പറേറ്റർ, അതായത് ഈക്വൽ സൈൻ ഇടുന്നത്. കമ്പാരിസൺ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു, അതായത് ഡബിൾ ഈക്വൽ ആണ്. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, ലെസ് ദാൻ ഈക്വൽ ടു, നോട്ട് ഈക്വൽ. പിന്നെ ലോജിക്കലാണ് ആൻഡ്, ഓർ, നോട്ട്. ഇതെല്ലാം പഠിച്ചോണം. ഇതിലെല്ലാം ക്വസ്റ്റ്യൻ വരുവേ. ലാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതൊക്കെ. ഇനി പ്രോഗ്രാം ഐഡിയലി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? എനിക്ക് മാത്സ് എക്സാമിന് 50-ൽ 30 മാർക്ക് കിട്ടി. അപ്പം ഞാൻ ജയിച്ചോ തോറ്റോ എന്ന് ചോദിക്കത്തില്ലേ? ചിലർ ചോദിക്കത്തില്ലേ മാത്സിന് ജയിച്ചോ എന്ന് ചോദിക്കത്തില്ലേ? അപ്പം ഞാനത് മാത്സിൻ്റെ മാർക്ക് അവിടെ കൊടുത്തിട്ട് ആ മാത്സിൻ്റെ മാർക്ക് 18-ൽ കൂടുതലായാൽ ഞാൻ ജയിച്ചു. 18-ൽ കുറവാണെങ്കിൽ അപ്പം എന്താണ്? തോറ്റുപോയി. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ഇപ്പം നമ്മുടെ ജൂനിയർ കാറ്റഗറി, സീനിയർ കാറ്റഗറി, സബ് ജൂനിയർ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഏജ് 14 വയസ്സിൽ കൂടുതലാണോ? 14-ഉം 14 വയസ്സിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ജൂനിയർ കാറ്റഗറിയിലും, അല്ലെങ്കിൽ ഏത് വരും? സബ് ജൂനിയർ കാറ്റഗറി. അതായത് 14 വയസ്സിൽ കൂടുതലോ 14 ആണ് അതാണെങ്കിൽ എന്ത് വരും? ജൂനിയർ. 14 വയസ്സിൽ കുറവാണെങ്കിൽ സബ് ജൂനിയർ. 14 വയസ്സിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ജൂനിയറിലേക്ക് എടുത്തു അല്ലേ? അപ്പം ആ ഒരു കണ്ടീഷൻ നമുക്കിവിടെ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നോക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ പ്രോഗ്രാമിൽ നമ്മൾ ഈ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യണം. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14, പ്രിന്റ് യു ആർ ഇൻ ജൂനിയർ കാറ്റഗറി, എൽസ് പ്രിന്റ് യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. അപ്പം ഞാൻ നമ്മുടെ ഐഡിയലിക്കകത്തേക്ക് ചെയ്യാണ്. അപ്പം ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 14, ഈ ഒരു സംഭവം മറക്കരുത്. 2 കൊത്തിടുന്നതിനെ കോളൻ എന്ന് പറയും. ഇഫിനും എൽസിനും ആ കോളൻ ഇടണം. അതുപോലെ ഫോർ ലൂപ്പ് വരുമ്പോഴും കോളൻ ഇടണം. അത് മറന്നു പോവല്ലേ, പ്രോഗ്രാം നമുക്ക് തെറ്റായിരിക്കും. നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രോഗ്രാംസ് തരും, അതിൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ കാണിച്ചേ? ഇൻഡന്റ് എറർ. ഞാനത് മനഃപൂർവ്വം ചെയ്ത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി ഇതാ നോക്കിക്കോണം. റൺ ചെയ്യുന്ന സമയത്ത് ദാ എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻഡന്റ് ബ്ലോക്ക് ആഫ്റ്റർ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഓർ ലൈൻ 6. ഒരു നല്ല രീതിയിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ലൈൻ 6 6ാമത്തെ ലൈനിൽ ഇൻഡന്റ് എറർ 2, 4, 6 6ാമത്തെ ലൈൻ കഴിഞ്ഞിട്ട് ഇതാ വരുന്ന കണ്ടോ? ഇഫ് സ്റ്റേറ്റ്മെന്റ് താഴെ വരുന്നത് ഇൻഡന്റ് എന്ന് വെച്ചാൽ എന്താ? ഈ പ്രിന്റ് എന്ന് പറയുന്നത് അകത്തോട്ടിരിക്കണം എന്നാണ് മീനിങ്. അപ്പം നമ്മളൊന്ന് ടാബ് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒരു ടാബ് പ്രസ് ചെയ്ത് കൊടുക്കുക. എൽസ് കഴിഞ്ഞിട്ടുള്ളതും എന്ത് ചെയ്യണം? ഒരു ടാബ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് ഈസ് യുവർ നെയിം വന്നു. ഞാനിവിടെ സൗരവ് എന്നെടുത്തു. എൻ്റർ അടിച്ചു. 2026. ബർത്ത് ഇയർ എന്ന് പറയുന്നത് 1999. അപ്പം എത്ര വയസ്സുണ്ട്? 27. 14-ൽ കൂടുതലുള്ളവരെല്ലാം ഏത് കാറ്റഗറി വരണം? ജൂനിയർ കാറ്റഗറി. കുറവുള്ളവരെല്ലാം സബ് ജൂനിയർ. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെയ്താണെങ്കിൽ വീണ്ടും റൺ ചെയ്യണം നമ്മൾ, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. F5 പ്രസ് ചെയ്താൽ മതി കേട്ടോ. അടുത്തത് ആവണി. കറണ്ട് ഇയർ 2026. ബർത്ത് ഇയർ എന്ന് പറയുന്നത് 2000. യു ആർ ഇൻ ജൂനിയർ തന്നെ വന്നല്ലേ? ഞാൻ ഒന്നുകൂടെ ഇച്ചിരി ചെറുത് കൊടുക്കാം. റൺ ചെയ്യുക. റൺ മൊഡ്യൂൾ അടിക്കുക. ABC. കറണ്ട് ഇയർ 2026. ബർത്ത് ഇയർ എന്ന് പറയുന്നത് 2022. അപ്പോൾ യുവർ ഏജ് ഈസ് 4. യു ആർ ഇൻ സബ് ജൂനിയർ കാറ്റഗറി. ഓക്കെ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ഈ ഇഫ് കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മളൊരു ഫ്ലോ ചാർട്ട് പോലെ ആക്കും. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മുടെ ബർത്ത് ഇയറും കറണ്ട് ഇയറും റീഡ് ചെയ്യാന്ന് വെച്ചാൽ വാങ്ങിക്കുക. അതിനുശേഷം ഏജ് കണ്ടുപിടിക്കുക. കറണ്ട് ഇയർ മൈനസ് ബർത്ത് ഇയർ. അപ്പം ഏജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40 ആണെങ്കിൽ 14 ട്രൂവും വരാം ഫാൾസും വരാം. ട്രൂ ആണെങ്കിൽ പ്രിന്റ് ജൂനിയർ,
ഫോൾസ് ആണെങ്കിൽ പ്രിന്റ് സബ് ജൂനിയർ. ഇത് രണ്ടും എവിടെ വന്ന് നിർത്തും? സ്റ്റോപ്പിൽ വന്ന് നിൽക്കും. ഇതാണ് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ട്. ഇതിലേക്ക് ഒരുപാട് സംഭവങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഫ്ലോ ചാർട്ടിൽ ഉപയോഗിക്കുന്ന എലമെന്റ്സും എല്ലാവരും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റാർട്ടും സ്റ്റോപ്പും വരുന്ന ഒരു ഓവൽ ഷേപ്പ്, പിന്നെ റീഡ് ചെയ്യുന്നത് ഒരു പാരലോഗ്രാം ഷേപ്പ്, പിന്നെ കറണ്ട് ഇയർ ഒക്കെ വരുന്നത് റെക്റ്റാങ്കിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ പ്രിന്റ് ചെയ്യുന്നതും പാരലോഗ്രാം ഷേപ്പാണ്. പിന്നെ നമ്മുടെ ഏജ്, ആ കണ്ടീഷൻ വരുന്നത് ഒരു ഡയമണ്ട് ഷേപ്പിലായിരിക്കും. ഓക്കെ, ഇതിനിടയിലെല്ലാം ആരോ മാർക്ക് യൂസ് ചെയ്യും. ചിലപ്പോൾ ചോദിക്കാം തിയറിക്ക്. ഇനി നമുക്ക് ഒരുപാട് കാറ്റഗറി വന്നല്ലേ. അതായത് 14 വയസ്സും കൂടുതലുള്ളവരല്ലല്ലോ നമുക്ക്. 14, 15 കഴിഞ്ഞ് 16 വയസ്സും അതിൽ കൂടുതലുള്ളവർ സീനിയർ കാറ്റഗറി വരും. 14 വയസ്സും അതിന് താഴോട്ടുള്ളവർ, 14 മേളോട്ടുള്ളവരെല്ലാം ജൂനിയർ വരും. 12 12 മേളോട്ടുള്ളവരെല്ലാം സബ് ജൂനിയർ വരും. 12 താഴോട്ടുള്ളവരെല്ലാം കിഡ്ഡീസ് വരും അല്ലേ. ആ ഒരു കണ്ടീഷനും നമുക്ക് വരാറുണ്ട്. അപ്പം നമുക്ക് ആ ഒരു സംഭവം കൂടെ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ അതിന് പകരം നമ്മൾ ഇഫും എൽസും ഒരിടത്തേ വരത്തുള്ളൂ. അതിനിടയിൽ കൊടുക്കുന്നതാണ് എലിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനിടയിൽ കൊടുക്കുന്നതിനാണ് എലിഫ്. ELIF, എലിഫ് എന്ന് പറയും. ആ എലിഫ് കൊടുക്കും. അപ്പം ഞാനിവിടെ കൊടുക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ ഇത്രയല്ലേ കൊടുത്തത്, ഇത് ഞാനങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നമ്മുടെ ആ കണ്ടീഷൻ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ ഒരു 16. ഇപ്പം എന്താ അറിയാം, നമുക്ക് ഇൻഡന്റ് എറർ വരും. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ടാബ് പ്രസ് ചെയ്യണം. ഇഫിനകത്ത് നിൽക്കണം. ദെൻ എലിഫ് ഏജ് ഗ്രേറ്റർ ദാൻ 14 ആണെങ്കിൽ പ്രിന്റ് എലിഫ്. 12 താഴെയാണെങ്കിൽ അത്. പിന്നെ അല്ലെങ്കിൽ എന്തേലും ഇതിലെല്ലാം ഒന്നും പെടുന്നില്ലെങ്കിൽ നമ്മൾക്ക് 12 വയസ്സ് താഴോട്ടുള്ളവരെല്ലാം കിഡ്ഡീസിനകത്ത് വരും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഫിൻ്റെ ഇവിടെ ഒരു കോളൻ വേണം, പിന്നെ എലിഫിന് കോളൻ വേണം, എലിഫിന് കോളൻ വേണം, എൽസിന് കോളൻ വേണം. 2 കുത്തിനെയാണ് കോളൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്തിരിച്ചാണ്. നിങ്ങൾക്ക് എറർ വരും. നിങ്ങൾക്ക് പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം അങ്ങ് തരും. എന്നിട്ട് നിങ്ങളോട് എഡിറ്റ് ചെയ്യാനാ ചോദിക്കുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം തന്നു. ഞാൻ ആ കോളനും കളഞ്ഞേ. നിങ്ങളോട് എഡിറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ റൺ മൊഡ്യൂൾ അടിക്കുമ്പോഴത്തേക്ക് എന്താ വരുന്നതെന്ന് നോക്കണം. എക്സ്പെക്റ്റഡ് കോളൻ എന്ന് പറഞ്ഞ് കാണിച്ചു, കണ്ടോ? അപ്പോൾ എവിടെയാണെന്ന് വരെ കാണിച്ചു തരും. അത്രയും സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. പൈത്തൺ എന്ന് പറയുന്നത് അത്ര സാധനം സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കഴ്സർ അവിടെ കൊണ്ട് വെക്കണം അല്ലേ. കണ്ടോ, അവിടെ കൊണ്ടുവച്ച് ഞാനൊരു കോളൻ ഇട്ടപ്പോഴത്തേക്ക് ആ റെഡ് ലൈൻ അങ്ങ് പോകും. ഇത്രയും സിമ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാ വരികൾ നമ്മളൊന്നും കാണാതെ പഠിക്കേണ്ട, എല്ലാം എളുപ്പമായിരിക്കും. ഇൻവാലിഡ് സിൻടാക്സ് കാണിക്കുന്നു. ഒന്നുകൂടെ നോക്കുകയാണ് ഞാൻ. നമുക്കൊന്ന് സേവ് ചെയ്യാം. ദെൻ റണ്ണ്. ഞാൻ ദാണ്ട് ഇവിടെ ഒരു കോളം കിടക്കുന്നേ, ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യാം. നോക്കോ, ഇനി ഒരു പ്രശ്നമില്ല. ഇതേപോലെ സിമ്പിളായിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി, വേറൊരു പ്രശ്നവും ഇല്ല. 2000 കറണ്ട് ഇയർ എന്ന് പറയുന്നത് 1990. അങ്ങനെയാണെങ്കിൽ യുവർ ഏജ് ഈസ് 10. യു ആർ ഇൻ കിഡീസ് കാറ്റഗറി. ഓക്കെ, അടുത്ത ആളെന്ന് പറയുന്നത് വീണ്ടും നമ്മൾ റൺ ചെയ്യുക. അപ്പം ഞാൻ ഓരോ പ്രാവശ്യം 10 പേരുണ്ടെങ്കിൽ 10 പേർക്ക് ഞാനിങ്ങനെ ചെയ്യണം. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ബി അടിക്കുക. കറണ്ട് ഇയർ 2000 തന്നെ കൊടുത്തു. ബർത്ത് ഇയർ എന്ന് പറയുന്നത് 1890. അപ്പം 10 വയസ്സ് സീനിയർ കാറ്റഗറി, 110 വയസ്സ്. അപ്പം എന്താണ്, സീനിയർ കാറ്റഗറി വന്നു. ദെൻ അടുത്തത് വീണ്ടും റൺ ചെയ്യുക. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ. അടുത്ത സി എന്ന് പറയുന്ന ആള് 2000 ആണ് കറണ്ട് ഇയർ. ഇപ്പം നമുക്ക് എന്തൊക്കെ വന്നിട്ടുണ്ട്, കിഡ്ഡീസും വന്ന് സീനിയറും വന്നു. ഇനി നമുക്ക് ജൂനിയറൊക്കെ വരണം അല്ലേ. 2000 ഒരു 1993 ഉണ്ട്. 1900 വരുമ്പം സീനിയർ തന്നെ 100 വയസ്സ് വരും അല്ലേ. അപ്പം സീനിയർ വരും.
അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും നമ്മളിങ്ങനെ ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കാട്ടി എളുപ്പ വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും അല്ലേ. നമുക്ക് വയ്യ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കി പോകാനാണെങ്കിൽ നമുക്ക് സമയം തികയത്തില്ല. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈൽ ലൂപ്പ്. ഒരു കണ്ടീഷൻ അവിടെ കൊടുക്കും. അതായത് വൈൽ ലൂപ്പ് ഉപയോഗിക്കാം, ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ എന്താ, നമ്മളവിടെ ഒരു കണ്ടീഷൻ കൊടുക്കും. അത് ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യണം, ഫോൾസ് ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതാണ് പ്രോഗ്രാം കൊടുക്കുന്നത്. അതിന് മുന്നേ നമ്മൾ കൗണ്ട് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത്, അത് ഇനിഷ്യൽ വാല്യൂ. നമ്മുടെ കൗണ്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ ഒരു 50 കുട്ടികളുണ്ട് നമുക്ക്. നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഓരോരുത്തരുടെ ഇങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോകും അല്ലേ. അപ്പോൾ കൗണ്ട് ഇസ് ഈക്വൽ ടു 50 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട്, അതായത് കൗണ്ട് മൊത്തം 50 പേരുണ്ട്, അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1. അപ്പോൾ ഞാൻ കൗണ്ട് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. അതിനുശേഷം വൈൽ കൗണ്ട് എവിടം വരെ ഈ 1 ചെക്ക് ചെയ്ത് എവിടം വരെ പോകണം, 50 വരെ പോകണം അല്ലേ. അപ്പോൾ 51 വരെ ഞാൻ കൊടുക്കണം. വൈൽ കൗണ്ട് ലെസ് ദാൻ 51. ഓക്കെ, അതിന് കഴിഞ്ഞ് കോളൻ ഇടണം. അത് കഴിഞ്ഞ് ഇതെല്ലാം ചെക്ക് ചെയ്ത് ലാസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആളുടെ വരാൻ വേണ്ടി ഈ കൗണ്ട് 1 ആയിരുന്നത് 1 + 1 2 ആവണം, 2 ആയിരുന്നത് 2 + 1 3 ആവണം. അപ്പോൾ 1നും 2നും 3 ഒക്കെ ഞാൻ കൊടുത്തിരിക്കുന്ന പേര് കൗണ്ട്. ആ കൗണ്ട് താഴെ എടുത്തിട്ട് കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് + 1 എന്ന് കൊടുക്കുക. ഈ ഒരു 3 സ്റ്റെപ്പ് മാത്രം ഓർത്തിരുന്നാൽ മതി. കൗണ്ട് ഇസ് ഈക്വൽ ടു 0 വൈൽ, അല്ല കൗണ്ട് ഇസ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ നിങ്ങൾ 1 ആയിരുന്നെങ്കിൽ 1. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ കൗണ്ടിന്റെ ആദ്യത്തെ വാല്യൂ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം വൈൽ കൗണ്ട് എവിടം വരെ പോകുന്നു, ലെസ് ദാൻ, നിങ്ങൾ 50 വരെ ആണെങ്കിൽ 50 എന്ന് കൊടുക്കുക, 80 വരെ ആണെങ്കിൽ 80, 100 ആണെങ്കിൽ 100. വൈൽ കൗണ്ട് ലെസ് ദാൻ 100 എന്നെടുത്ത് കോളൻ ഇടുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത്, ബ്രാക്കറ്റ് വേണ്ട, കോളൻ ഇടുക. അതിനുശേഷം എല്ലാ സംഭവങ്ങളും എക്സിക്യൂട്ട് ചെയ്ത് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആളുടെ എടുക്കാൻ വേണ്ടി കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് + 1. ഈ കൗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വേരിയബിളും അവിടെ കൊടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കൗണ്ടിന് പകരം നമ്പർ ഇസ് ഈക്വൽ ടു എന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ റേഞ്ച് ഇസ് ഈക്വൽ ടു വാല്യൂ ഇസ് ഈക്വൽ, റേഞ്ച് വേണം, വാല്യൂ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആ പ്രോഗ്രാം ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാമിൽ എന്താണ് നമുക്ക് മാറ്റം വരുന്നതെന്ന് നോക്കാം. ഇതിവിടെ പ്രോഗ്രാം പിക്ചറായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഞാനതൊന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ നേരത്തെ ചെയ്ത പ്രോഗ്രാമിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. നെയിം ഇസ് ഈക്വൽ ടു നമ്പർ, എൻ്റർ ഇയർ, നെയിം, ബർത്ത് ഇയർ, കറണ്ട് ഇയർ, ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യുന്നതും ഏജും മറ്റേ ജൂനിയർ സീനിയർ അതെല്ലാം അതിനകത്തുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്രോഗ്രാമിൽ ഞാൻ ചെയ്ത് നോക്കുവാണ്. ഇവിടെ ഞാൻ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നു കൗണ്ട്. കൗണ്ടിന് വരെ വാല്യൂവും കൊടുക്കാം കേട്ടോ, സ്മോൾ ലെറ്റർ കൊടുക്കുകയാണ്. കൗണ്ട് ഇസ് ഈക്വൽ ടു 1. ഞാൻ ഒന്നാമത്തെ തൊട്ട് തുടങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യുക, വൈൽ കൗണ്ട് ലെസ് ദാൻ 50. 50 കുട്ടികളുണ്ടെങ്കിൽ 51. ഓക്കെ, 50 വരെ പോകണം. എന്നിട്ട് കോളൻ ഇടുക. ഇനി വൈൽ ലൂപ്പിനകത്ത് നിൽക്കണം ഇതെല്ലാം. അപ്പം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ഒരു ഇൻഡന്റ് എറർ കാണിച്ചു തരാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റർ അടിച്ചിട്ട് എന്ത് ചെയ്യുക, കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് + 1 എന്ന് ഞാൻ കൊടുത്തു. ഇനി ഞാനിത് റൺ ചെയ്യുമ്പം ഇൻഡന്റ് എറർ ആയിരിക്കും കാണിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾ പറയണം, എന്തുകൊണ്ടായിരിക്കാം. എക്സ്പെക്ട് ആൻ ഇൻഡന്റ് ബ്ലോക്ക് ആഫ്റ്റർ വൈൽ സ്റ്റേറ്റ്മെന്റ് ഓൺ ലൈൻ 4. 4th മുതൽ അല്ലേ, 4th എന്താ ഇൻഡന്റ് എറർ ആണെന്ന് കാണിച്ചു. അപ്പം എന്തുകൊണ്ടായിരിക്കും, നമ്മളിവിടെ ടാബ് പ്രസ് ചെയ്ത് അകത്തേക്കാക്കണം. അതായത് ആദ്യത്തെ 2 ലൈൻ മാത്രം ഇങ്ങേ അറ്റത്തേക്ക് മാർജിന് സെറ്റ് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള ലൈൻ എല്ലാം കുറച്ച് അകത്തേക്ക് നിൽക്കണം. ഈ ഇഫ് ഉൾപ്പെടെ. ഇഫ് വന്നു കഴിഞ്ഞാൽ പ്രിന്റ് എന്ത് ചെയ്യണം, ഒന്നും കൂടി അകത്തേക്ക് വരണം. ടാബ് എന്ന് പറയുന്നൊരു കീ നമ്മുടെ കീബോർഡിലുണ്ട്, അത് പ്രസ് ചെയ്താൽ മതി. എലിഫ് ദെൻ പ്രിന്റ്, അത്രയും വേണ്ട, പ്രിന്റ് ദെൻ എൽസ്, പ്രിന്റ്, ഈ എൽസ് കുറച്ചകത്തായിപ്പോയി. ഓക്കെ, ദെൻ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് + 1 ഇതിനകത്തേ നിൽക്കാവുള്ളൂ. ഓക്കെ, 2 ലൈൻ മാത്രം, ഈ 2 ലൈൻ മാത്രമേ എന്ത്
മാർജിനിൽ ടച്ച് ചെയ്ത് നിൽക്കുക, ബാക്കിയുള്ള എല്ലാം അകത്തേക്ക് ഇരിക്കണം. ഇനി ഞാൻ റൺ ചെയ്യാണ് റൺ മൊഡ്യൂള്. അപ്പോൾ ഇതാണ്ടേ സംഭവം വന്നിട്ടുണ്ട്. ഞാൻ എ എന്ന പേരടിച്ചു. കറണ്ട് ഇയർ 2025 കൊടുത്തു. ബർത്ത് ഇയർ 2001. അപ്പോൾ എന്ത്, യുവർ ഏജ് ഈസ് 24, യു ആർ ഇൻ സീനിയർ കാറ്റഗറി. അടുത്ത ആളുടെ പേര് കൊടുക്കുക ബി. അടുത്ത ആളുടെ നമ്മുടെ കറണ്ട് ഇയർ കൊടുക്കുക 2025. അയാളുടെ ഇയർ എന്ന് പറയുന്നത് 2021. അപ്പോൾ 4 വയസ്സാണ്, കിഡീസാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കാണിക്കാം. ഞാൻ വീണ്ടും റൺ മൊഡ്യൂളൊന്നും അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, നമ്മൾ എന്താ ഇപ്പോൾ യൂസ് ചെയ്ത വൈൽ ലൂപ്പ് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇഫിനേക്കാൾ എന്തുകൊണ്ടാണ് വൈൽ ലൂപ്പ് നല്ലതായി തോന്നിയത്, അതാണ് നമുക്ക് അറിയേണ്ടത്. 1900 സീനിയർ ഞാൻ ഇട്ടോ ഒട്ട്. അപ്പം നമുക്ക് 2012. അപ്പം എന്ത് വരുന്നു, സബ് ജൂനിയറായി. ഇനി അടുത്തത് പേര് ഡി എന്ന് പറയുന്ന പേരാണ്. ഏത്, കറണ്ട് ഇയർ 2025, സബ് ജൂനിയറായി, കിഡീസായി, സീനിയർ വന്നു. ഇനി നമുക്ക് ജൂനിയർ വരാം അല്ലേ. അപ്പോൾ ഒരു 2020 വേണ്ട, 2010. ജൂനിയറിൻ്റെ സ്പെല്ലിങ് തെറ്റാ, യൂണിയർ കാറ്റഗറി ജെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തേ, എന്നിട്ട് തന്നെ തെറ്റുണ്ടോ, ജൂനിയർ കാറ്റഗറി. ഓക്കെ, അപ്പോൾ റൺ മൊഡ്യൂള്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പം നമ്മൾ കൗണ്ട് 51 വരെ ചെയ്തുള്ളൂ. ഇനി 1 ലക്ഷം പേരുണ്ട്, 2 ലക്ഷം പേരുണ്ട്. അവർക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഈ കൗണ്ട് ഇങ്ങനെ ചെയ്ത് വെക്കാൻ പറ്റും. 1 ലക്ഷം 2 ലക്ഷം അങ്ങനെയല്ല, എല്ലാവർക്കും എത്ര എണ്ണം ഉണ്ടായാലും 10 പേരെ ഉള്ളെങ്കിലും ചെയ്യണം, 50 പേരുള്ളെങ്കിലും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. എല്ലാവരും ടെക്സ്റ്റിലേക്ക് നോക്കുക. നമ്മൾ അതിന് പകരം എന്ത് കൊടുക്കും, അവിടെ ഒരു വാല്യൂ സെറ്റ് ചെയ്ത് വെക്കും. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ളതോ അല്ലെങ്കിൽ നമ്പർ ഓഫ് സ്ട്രെങ്ത് എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്ത് വെക്കും. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, കണ്ടോ, കൗണ്ട് ഇസ് ഈക്വൽ ടു 0, ഇങ്ങനൊരു സംഭവം കണ്ടോ. ഈ സാധനം നമ്മൾ സെറ്റ് ചെയ്ത് ഇതിനകത്തോട്ട് വെച്ചിട്ട് ഈ കൗണ്ട് ലെസ് ദാൻ ഈ ഒരു നമ്പറാണ് ഇങ്ങോട്ട് എടുക്കുന്നത്. ഇത് 10 ആയാലും 100 ആയാലും ലക്ഷം ആയാലും കോടി ആയാലും നമുക്ക് പ്രശ്നമില്ല, എല്ലാവരുടെയും നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഈ 2 ലൈൻ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. എന്ത്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, പിന്നെ വൈൽ കൗണ്ട് ലെസ് ദാൻ ഇൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കോളൻ. ഓക്കെ, നമുക്കന്ന് കൊടുത്തേക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, കൗണ്ടിന് മേളിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അണ്ടർസ്കോർ ഇടുന്നത്. സ്പേസ് ഇടരുത് കേട്ടോ, മസ്റ്റായിട്ട് ഓർത്തിരിക്കുക, സ്പേസ് ഇടാതെ ചെയ്യണം. ഇൻപുട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡബിൾ കോട്ട്സിൽ എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇത് നമ്മളോട് ചോദിക്കുന്ന. അപ്പം നമ്മളിവിടെ എത്ര നമ്പർ അടിച്ചു കൊടുത്താലും അത്രയും നമ്പറിൻ്റെ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, ഇൻപുട്ട് കോളൻ ഓക്കെ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് ഓക്കെ ആണല്ലോ. അപ്പം ഇനി അടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു പേര് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഈ ഒരു പേരിലേക്കല്ലേ നമ്മൾ ഈ നമ്പർ എടുക്കുന്നത്, അതായിരിക്കണം ഈ 51-ന് പകരം കൊടുക്കേണ്ടത്. അപ്പം അതേപോലെ തന്നെ ടൈപ്പ് ചെയ്യണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, റൺ ചെയ്യുക, റൺ മൊഡ്യൂൾ അടിക്കുക. ഓക്കെ, പ്രസ് ചെയ്യുക. എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഞാൻ 100 കൊടുത്തു. അപ്പം 100 വരെ വരും. എനിക്കൊരു 5, ഒരു 3 വരെ മതി, അല്ലേ 3 വേണ്ട, ഒരു 5 വരെ ചെയ്യാണ്. എൻ്റർ അടിച്ചു. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയൊക്കെ വന്നാലേ നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഫയൽ യൂസർ ലെവൽ ഫൈത്തിൻ്റെ ഐഡിയൽ റൺ കോഡ് എക്സീഡ് ഹോം യൂസർ. ഓക്കെ, ലെസ് ദാൻ ഇൻഡ്. ഇവിടെ ഇൻഡ് കൊടുക്കണം. അതായത് നമ്മൾ സ്ട്രിങ് ആയിട്ട് വാങ്ങിച്ച സാധനം എന്താക്കി കൊടുക്കണം,
ഡിജിറ്റ് ആക്കി കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതുപോലെ ഈ ഒരു സംഭവം നമുക്ക് പുറത്തു പോകണം, ഈ ബ്രാക്കറ്റിനെ പുറത്തിടണം. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ എറർ വന്ന് പഠിച്ചാലേ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് അങ്ങനെ ഞാൻ പ്രോഗ്രാം നോക്കാറില്ല. ഓക്കെ ആയി കണ്ടോ, നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് നമുക്ക് പ്രശ്നം വരുന്നതെന്നുള്ളത്. നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞുതരാൻ നിൽക്കുന്നത്. സീനിയർ കാറ്റഗറി വന്നു. അടുത്ത 2025 2021 വരുമ്പം അയ്യോ നെയിം 2025 അടിച്ചു വെച്ചു. കറണ്ട് ബർത്ത് ഇയർ എന്ന് പറയുന്നത് 2000. അതങ്ങ് പോട്ടെ. ബി എടുക്കുക. കറണ്ട് ഇയർ 2025, ബർത്ത് ഇയർ എന്ന് പറഞ്ഞാൽ 1999. അപ്പം സീനിയർ കാറ്റഗറി വന്നു. സി എന്ന് പറയുന്ന ആള് 2025 കറണ്ട് ഇയർ, ബർത്ത് ഇയർ എന്ന് പറയുന്നത് 2023. ഇപ്പോൾ 2 വയസ്സ് കിഡ്ഡീസ്. ഇങ്ങനെ എത്ര പേരുടെ ഞാൻ കൊടുത്തു? എ കൊടുത്തു, ബി കൊടുത്തു, സി കൊടുത്തു. ഇപ്പോൾ 3 പേര്, ഞാൻ 3 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 3 എണ്ണം എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര നമ്പർ കൊടുക്കുന്നു അത്രയും നമ്പർ അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രോഗ്രാം വരുന്നത്. ഇനി ഫോർ ലൂപ്പിലുള്ളതാണ് പഠിക്കുന്നത്. ഫോർ ലൂപ്പിലെന്ന് വെച്ചാൽ സിമ്പിളാണ്, റേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. പൈത്തൺ നമുക്ക് വേറെ ദിവസം ചെയ്യാം. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 നമ്പേഴ്സേ വരത്തുള്ളൂ. എവിടെ നിന്ന് തുടങ്ങിയാലും, അതായത് ഇപ്പോൾ 0 to 9 വരെ 10 സംഖ്യയല്ലേ. അപ്പോൾ റേഞ്ച് 10 എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ വരും? 10 നമ്പർ വരും. ഓക്കെ, 0 1 2 3 4 5 6 7 8 9. റേഞ്ച് 1,10 എന്ന് വെച്ചാൽ 1ൽ സ്റ്റാർട്ട് ചെയ്ത് 10 നമ്പർ വരെ വരുന്നത്. ഓക്കെ, ഒന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 അങ്ങനെയുള്ള സംഖ്യകളാണ്. 1ൽ തുടങ്ങി 10ന് മുന്നേ 10 നമ്പർ വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, 10ന് മുന്നേ വരെ നിൽക്കും. അതാണ് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ് റേഞ്ച് 1,10 കിട്ടുന്നത്. റേഞ്ച് 1,20,2 എന്ന് വെച്ചാൽ എന്താ, 1ൽ സ്റ്റാർട്ട് ചെയ്യും, 20 വരെ പോകും. അതായത് 20 വരെ കിട്ടത്തില്ല, 20ന് മുന്നേ വരെ വരത്തുള്ളൂ. എത്ര വീതം ഡിഫറൻസാ? 2 വീതം ഡിഫറൻസ്. 1 3 5 7 9 11 13 15 17 19 എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇത് ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. തിയറിക്കും ചോദിക്കാം, പ്രാക്ടിക്കലിലും ചോദിക്കും. അപ്പോൾ ആ റേഞ്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മുടെ ഫോർ ലൂപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ഫോർ കൗണ്ട് ഇൻ റേഞ്ച് എന്താണ്? ഫോർ കൗണ്ട് ഇൻ റേഞ്ച് നമ്മുടെ ഒരു നമ്പർ തരും. 1,101. 1 മുതൽ 101 വരെ പോകുകയില്ല, 100 വരെ പോകും. 1ൽ സ്റ്റാർട്ട് ചെയ്ത് 100 വരെ പോകുന്നു. എന്നിട്ട് എന്താ, അതിങ്ങനെ പ്രിന്റ് ചെയ്യുക. അങ്ങനെയുള്ള പ്രോഗ്രാം ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. ഫോർ കൗണ്ട് ഇൻ റേഞ്ച് 1,10 എന്നുള്ള 1,101 നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യാം. ന്യൂ ഫയൽ എടുത്തു. അപ്പോൾ എന്താ, ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബ്രാക്കറ്റ് ഒന്നും വേണ്ട. ഫോർ കൗണ്ട് ഫോർ കൗണ്ട് ഇൻ റേഞ്ചോ ഐ ഇൻ റേഞ്ചോ ഒക്കെ കൊടുക്കാം കേട്ടോ. ഐ ഇൻ റേഞ്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 1,101 എന്നിട്ട് പുറത്തിറങ്ങി ഒരു കോളൻ കൊടുത്തിരിക്കണം. ദെൻ അതിന് അകത്ത് തന്നെ ആ ഒരു കഴ്സർ വരും. നമ്മൾ ബാക്കിലോട്ടൊന്നും അടിക്കരുത്, അവിടെ തന്നെ കൊടുക്കണ്ടേ. എന്താണ് കൊടുക്കേണ്ടത്? പ്രിന്റ് ഐ. എന്താ, പ്രിന്റ് ഐ. ഞാൻ അവിടെ ഐ കൊടുത്തോണ്ട് ഐയെ കൊടുക്കാവുള്ളൂ. കൗണ്ട് അല്ല ഞാൻ കൊടുത്തത്, ഞാൻ ഐ ആ കൊടുത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഐ എന്ന് തന്നെ കൊടുക്കുക. പ്രിന്റ് ബ്രാക്കറ്റിൽ ഐ ഞാൻ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് റൺ ചെയ്യുക. സേവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനൊരു നമ്പർ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. അല്ല, 100 വരെ നമ്പർ കിട്ടി. 1 മുതൽ 100 വരെ ഒക്കെ എഴുതാൻ പാടുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കാം. അപ്പം ഞാൻ കൗണ്ട് അല്ല കൊടുത്ത, ഐ എന്നാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഏത് വേണേലും കൊടുക്കാം, ബി കൊടുക്കാം, ഏത് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. ഏത് വേരിയബിൾ വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
ഇപ്പം ഞാനിവിടെ 2 നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ ചെയ്യാനാണ്. 101 വരെയുള്ള 2 വീതമുള്ള ഡിഫറൻസ് വെച്ച്. അപ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വെച്ച് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായിരിക്കുമെന്ന്. ഓക്കെ അടിച്ചു. അയ്യോ സോറി ഞാനിവിടെ കൊടുത്തോണ്ട് ഞാൻ എന്ത് ചെയ്യാതെ എറർ വന്നാണ്ടോ. എന്താ ശ്രദ്ധിക്കണത് കേട്ടോ. ഞാനിപ്പോൾ തെറ്റ് വരുത്തിയാണ്, നിങ്ങൾ തെറ്റ് വരുത്തരുത്. നമ്മൾ വേരിയബിൾ മാറ്റി ആ വേരിയബിളാണ് പ്രിന്റ് ചെയ്ത് വരേണ്ടത്. അപ്പം നോക്കിയാൽ എല്ലാവരും ജസ്റ്റ് എവിടെ വരെ വന്നേക്കുന്നേ? 1 മുതൽ വന്നില്ലേ? 1 3 5 7. അതിപ്പോൾ ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓഡ് നമ്പർ പ്രിന്റ് ചെയ്യുന്ന പ്രോഗ്രാം ചോദിച്ചാൽ 2 സ്റ്റെപ്പ്. 4 നിങ്ങൾക്ക് കൗണ്ടോ അയ്യോ എയോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. 4a ഇൻ റേഞ്ച് ബ്രാക്കറ്റിൽ 1, 101, 2 അത് ഓർത്തിരിക്കണം. അടുത്ത് ഞാനിവിടെ 0 മുതൽ തുടങ്ങാണ്. 0 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത് നോക്കിയേ. എന്തിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ കൊടുക്കുന്നത് നോക്കിയേ. നോക്ക്, ഈവൻ നമ്പേഴ്സ് വന്നാണ്ടോ? നോക്ക്, 0 2 4 6 8 9 8 10 12 എന്ന് പറഞ്ഞുള്ള 100 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. തുടക്കത്തിലെ വേരിയബിളിന് ആ ഒരു വില കൊടുക്കുന്ന കൗണ്ട് = 1 എന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇനിഷ്യൽ വാല്യൂ ആണ്. അതിനുശേഷം വില വർദ്ധിക്കുന്നതിനാണ് കൗണ്ട് = കൗണ്ട് +1 എന്ന് കൊടുക്കുന്നത്. ഇനി അതിന്റെ കണ്ടീഷനാണ് വയലിനകത്ത് കൗണ്ട് <100 അല്ലെങ്കിൽ <101 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ഫോർ ലൂപ്പിൽ എന്ന് വെച്ചാൽ ഒറ്റ വരിയിൽ തന്നെ സാധനങ്ങൾ എല്ലാം തന്നെ നടക്കും. റേഞ്ചിനോടൊപ്പമാണ് ഫോർ ഉപയോഗിക്കുന്നത്. ഫോർ കൗണ്ട് ഇൻ റേഞ്ച് 1, 101 എന്ന് വെച്ചാൽ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ ആണല്ലോ. 101ന്റെ കോമയിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓഡ് നമ്പേഴ്സ് കിട്ടും. 0, 101, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈവൻ നമ്പേഴ്സ് കിട്ടും. ഇത്രയേ ഉള്ളൂ നമുക്ക് ഫോർ ലൂപ്പ്, ഫൈവ് ലൂപ്പ്. ഇനി അടുത്തത് ഒരു നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പഠിച്ചു തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ പഠിച്ച് മുന്നേറി പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.